നാട് നടുങ്ങിയ വയനാട് ദുരന്തത്തിൽ നിന്ന് കേരളം കരകയറുമ്പോൾ ഇനി മുന്നിലുള്ളത് പുനരധിവാസവും അതിജീവനം തന്നെയാണ്. അപ്പോഴും ഇങ്ങനെയുള്ള ദുരന്തങ്ങളൊന്നും ഇനി ആവർത്തിക്കരുത് എന്നുള്ള കഠിനമായിട്ടുള്ള ആഗ്രഹം ഓരോ മലയാളിക്കുമുണ്ട്. ആ സമയത്തു കൂടിയാണ് ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ഡോക്ടർ ശേഖർ എൽ കുര്യാക്കോസ് ക്യുഎറ്റിനൊപ്പം ചേരുന്നത്. നമസ്കാരം സാർ. വയനാട്ടിൽ രക്ഷാപ്രവർത്തനം, തെരച്ചിൽ ഏതാണ്ട് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളൊരു സാഹചര്യത്തിലാണല്ലോ. അതോ ഇനിയും കൂടുതൽ പ്രതീക്ഷകൾ അല്ലെങ്കിൽ അത് ഇനിയും മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു സാധ്യത എത്രത്തോളം കാണുന്നുണ്ട്? നിലവിൽ രക്ഷാപ്രവർത്തനം എന്ന നിലയിൽ നമ്മളതിനെ കാണണ്ട. അവിടെ ഒട്ടനവധി സാൽവേജിങ് ഓപ്പറേഷൻസ് വേണ്ടി വരും. അത് അവിടുത്തെ ആക്സസിബിലിറ്റി തിരിച്ചു കൊണ്ടുവരുന്നതിലാകട്ടെ, അവിടെ നഷ്ടപ്പെട്ടു പോയ ഇപ്പോൾ നിലവിൽ നമ്മൾക്ക് കണ്ടെത്താൻ പറ്റാത്തവരെ അന്വേഷിക്കുന്നതാകട്ടെ, അവിടെ ഒട്ടനവധി ദുരന്ത അവശിഷ്ടങ്ങളുണ്ട്. എല്ലാ ദുരന്തവും നമ്മൾക്ക് ഒരുപാട് അവശിഷ്ടങ്ങൾ ബാക്കി വയ്ക്കും. 2018 പ്രളയത്തിൻ്റെ അവശിഷ്ടങ്ങൾ മാസങ്ങളെടുത്ത് ശേഖരിച്ചാണ് നമ്മൾ ഇത് പലതരത്തിൽ അഗ്രീകരിച്ച് മാറ്റിയത് അതാത് സ്ഥലങ്ങൾ. അപ്പോൾ ഇവിടെ കല്ലും മണ്ണും മാത്രമല്ല, വാഹനങ്ങൾ, അങ്ങനെ നമ്മൾക്ക് ഒരു സ്വസ്ഥമായി ജീവിക്കുന്ന ഒരു ചെറിയ ഗ്രാമത്തിൽ ഉണ്ടാകാവുന്ന എല്ലാ വസ്തുക്കളും വേസ്റ്റായി പോയിട്ടുണ്ട്. അപ്പോൾ അവയൊക്കെ അവിടെ നിന്ന് മാറ്റേണ്ടി വരും. അപ്പോൾ ഈ പ്രക്രിയയൊക്കെ ഇനി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ജനകീയമായി ചില അന്വേഷണങ്ങൾ കാണാതെ പോയവരെക്കുറിച്ച് നടത്തുന്നുണ്ട്. ആ അന്വേഷണവും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഇനിയും ഒട്ടനവധി കാര്യങ്ങൾ അവിടെ ഈ ദുരന്ത ശേഷം ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ അവിടെ തകർന്നു കിടക്കുന്ന വാഹനങ്ങളൊന്നും മാറ്റുന്ന പ്രക്രിയയിലേക്ക് കിടന്നിട്ടില്ലല്ലോ. അപ്പോൾ അതൊക്കെ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ടതാണ്. ചില വീടുകൾക്ക് ഇൻഷുറൻസ് കാണും. അപ്പോൾ ആ ഇൻഷുറൻസ് കമ്പനി അത് പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഇങ്ങനെ നിയമപരമായതും ഒക്കെയായ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട ഒരുപാട് നടപടിക്രമങ്ങൾ ഇനിയും തുടർന്നും ആ മേഖലയിൽ നടക്കും. കേന്ദ്ര സംഘം സ്ഥലത്തെത്തി വിശകലനം നടത്തിയിരുന്നല്ലോ. താങ്കളും ഉണ്ടായിരുന്ന സമയത്ത് ഏത് തരത്തിലുള്ള ഒരു നിഗമനത്തിലൊക്കെയാണ് പ്രാഥമികമായിട്ട് അവരെത്തിയിട്ടുള്ളത്? സാധാരണ കേന്ദ്ര സംഘം നമ്മളോട് അവരുടെ ശുപാർശ എന്താണ് എന്ന് പറയില്ല. വളരെ പെട്ടെന്ന് തന്നെ കേന്ദ്ര സംഘത്തെ നമ്മൾക്കിവിടെ കൊണ്ടുവരാൻ സാധിച്ചു. സാധാരണ ഒരു വലിയ മഴ കഴിഞ്ഞ് ഇവൻ്റൊക്കെ കഴിഞ്ഞ് ഉണങ്ങിക്കിടക്കുമ്പോഴാണ്, എല്ലാം മാറിക്കഴിഞ്ഞിട്ടാണ് കേന്ദ്ര സംഘങ്ങൾ വരുന്നത്, അഥവാ നമ്മൾക്ക് അവരെ ഹോസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. പക്ഷേ ഇത്തവണ നമ്മുടെ സർക്കാർ നിർദ്ദേശിച്ചത് ഇതിൻ്റെ തീവ്രത അവർക്ക് ബോധ്യപ്പെടണം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവരെ ഇതുകൊണ്ടൊന്ന് കാണിക്കണം. അതുകൊണ്ട് ആണ് വളരെ പെട്ടെന്ന് അവിടെ വളരെ ഒരു തീവ്രമായ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനിടയിൽ തന്നെ അവരെ കൊണ്ടുവരികയും അവർക്ക് നേരിട്ട് തൊട്ടുബോധ്യപ്പെടാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയത്. എല്ലാവരും, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി യുടെ മുഖഭാവവും അദ്ദേഹത്തിൻ്റെ ശരീരഭാഷയും നമ്മൾ കണ്ടതാണ്. അദ്ദേഹം വളരെയധികം വേദനിച്ചിട്ടുണ്ട് ആ കാഴ്ചകളിൽ. അതുകൊണ്ടാണ് വ്യക്തിപരമായി അദ്ദേഹം മോർബിയിൽ നേരിട്ട അനുഭവങ്ങൾ അദ്ദേഹം പങ്കുവച്ചത്. അതിന് സമാനമായിരുന്നു കേന്ദ്ര സംഘത്തിൻ്റെ ടീം ലീഡറിൽ തുടങ്ങി അതിലെ എല്ലാ അംഗങ്ങളും. സാങ്കേതികമായി കഴിവുള്ള ചില ആളുകളുണ്ട്, അതാത് സെക്ടറുകൾ കൈകാര്യം ചെയ്യുന്നവരുണ്ടായിരുന്നു. അവരെല്ലാം തന്നെ വളരെ ഭീതിയോടുകൂടി തന്നെയാണ് ഇത് കണ്ടത്. അവർക്ക് ഇതിൻ്റെ ഒരു പ്രഭവസ്ഥാനത്തിനോട് അടുത്ത് തന്നെ നമ്മൾക്ക് കൊണ്ടുപോകാൻ പറ്റി. ആ പ്രഭവസ്ഥാനത്ത് നിന്ന് താഴേക്ക് നോക്കുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ച എത്രയോ കിലോമീറ്ററുകൾ അപ്പുറത്തുള്ള ഒരു ഗ്രാമം. ആ ഗ്രാമത്തിൽ പുഴയിൽ നിന്നും ചുരുങ്ങിയത് 50 മീറ്റർ ഉള്ളിലേക്കിരിക്കുന്ന 2-3 നിര വീടുകളുടെ മുകളിൽ കല്ല്. ഓരോ കല്ലും ഓരോ വീടിനെ നാമാവശേഷമാക്കിയിരിക്കുകയാണ്. അപ്പോൾ ചെളിയോ മണ്ണോ മാത്രമല്ല, വലിയ കല്ലുകൾ വന്ന് നാമാവശേഷം. ഈ കാഴ്ച എന്തുകൊണ്ടും അവർക്ക് പല അനുഭവങ്ങളും, വേദനയുടെ അനുഭവങ്ങളും പങ്കുവച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അവരും എല്ലാ തരത്തിലും സഹായകരമായ നിലപാട് സ്വീകരിക്കുമെന്ന് പറഞ്ഞു. വൈകിട്ട് അവർ ക്യാമ്പ് സന്ദർശിച്ചിരുന്നു. ഈ 2-3 ക്യാമ്പുകളിൽ പോയി. പോയ ക്യാമ്പിൽ ഉള്ള ആളുകളുമായി അവർ ചർച്ച ചെയ്തു.
സർക്കാർ ഒരുക്കിയിട്ടുള്ള സൗകര്യങ്ങളുടെ വിശദാംശങ്ങൾ ചോദിച്ചു. 29-ാം തീയതി 30-ാം തീയതിയുമൊക്കെ എന്താണ് സംഭവിച്ചത് എന്നതും അവരോട് ആരാഞ്ഞിരുന്നു. അപ്പോൾ സമഗ്രതയിൽ അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിരന്തരം നമ്മളുമായി ബന്ധപ്പെടുന്നുണ്ട്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി ബന്ധപ്പെടുന്നുണ്ട്. ഇനി പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻറ്റിൻ്റെ പ്രക്രിയയിലേക്ക് കടക്കും എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു. അത് ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയാണ് ചെയ്യുക. ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, മുണ്ടക്കയും ചൂരൽമലയും അത് ഇനി ജനവാസ യോഗ്യമാകുമോ എന്നുള്ളതാണ്. അതിൻ്റെ പരിശോധന നടക്കുന്നുണ്ടെന്നാണ് പറഞ്ഞത്. എങ്ങനെയാണ് താങ്കൾക്ക് തോന്നുന്നത്? പുഞ്ചിരിമറ്റവും മുണ്ടക്കയിലും തുടങ്ങാം നമുക്ക്. 1555 മീറ്ററിൽ ആരംഭിച്ച ഉരുൾ ആദ്യം ബാധിച്ചിട്ടുള്ളത് പുഞ്ചിരിമട്ടം എന്ന 971 മീറ്റേഴ്സ് എബവ് മീൻ സീ ലെവലിലുള്ള ചെറിയൊരു ഗ്രാമത്തെയാണ്. വളരെ ചെറുത്, ഒരു 50-60 വീടുകളുള്ള ഒരു ചെറിയ ഗ്രാമം. അതിന് താഴെയാണ് മുണ്ടക്കൈ, 968 മീറ്ററിൽ. ഈ രണ്ട് മേഖലകളുടെയും ഈ ഉരുള് പൊട്ടൽ ബാധിച്ചിരിക്കുന്നത് പരിശോധിച്ചാൽ നമ്മൾക്ക് കാണാം, പുഞ്ചിരിമട്ടത്തിൻ്റെ ഭാഗങ്ങളെ ഇത് ബാധിച്ചത് ഈ ഉരുള് വന്ന് മണ്ണിനെ വലിച്ചെടുത്തുകൊണ്ട് പോയപ്പോഴാണ്, സ്കോറിങ് എന്ന പ്രക്രിയയിലാണ്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ചിലപ്പോൾ അവിടെ ഈ ഉരുൾപൊട്ടലിൽ തന്നെ ഒരു ചെറിയ അണക്കെട്ട് രൂപപ്പെട്ടിരിക്കാനുള്ള സാധ്യതയുണ്ട്. അത് പൊട്ടിയതാണ് രണ്ടാമത്തെ ശബ്ദമായി നമ്മൾ മനസ്സിലാക്കുന്നത്. മൂന്നാമത്തെ ശബ്ദം അതിനും താഴെ രൂപപ്പെട്ട മൂന്നാമത്തെ അണക്കെട്ട് പൊട്ടിയതുമാകും. ഇതൊക്കെ ഈ ഉരുൾപൊട്ടൽ ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരു സാങ്കേതിക വിദഗ്ധൻ എന്ന നിലയിൽ ഞാൻ പരിശോധിച്ചിട്ടുള്ളതാണ്. ഞാനും എൻ്റെ സുഹൃത്തുക്കളും ദേശീയ റിമോട്ട് സെൻസിങ് ഏജൻസിയിൽ നിന്ന് വന്ന തപസ് മാർത്തയും ഞങ്ങളത് വളരെ വിശദമായി ചർച്ച ചെയ്തതാണ്. കാരണം ഈ ഫിസിക്സ് ആയിരുന്നു എൻ്റെ ഗവേഷണ വിഷയം. അതിൻ്റെ പുഞ്ചിരിമട്ടം ഭാഗം ഈ ജലം അതിൻ്റെ കൂടെ വന്ന പാറ കല്ല് എല്ലാം സ്കോർ ചെയ്തെടുക്കുകയാണ് ചെയ്തത്, മാന്തി എടുക്കുകയാണ് ചെയ്തത്. പക്ഷേ പുഞ്ചിരിമട്ടത്തിന് താഴേക്ക്, താങ്കളും ക്രൂവൊക്കെ അവിടെ പോയിട്ടുണ്ടാവും, അതിൽ താഴേക്ക് പരിശോധിച്ചാൽ നമ്മൾ മലയിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഇടത് ഭാഗത്ത് നിന്ന് മണ്ണും ചെളിയും മാന്തിയെടുത്തിരിക്കുകയാണ്, കല്ലുകൾ. വലിയ 10 മീറ്ററുള്ള മരത്തിൻ്റെ ഏതാണ്ട് പകുതിക്ക് മുകളിൽ ചെളി കാണാം. അപ്പോൾ അതിൻ്റെ അർത്ഥം അത്രയും വെള്ളം അവിടെ സംഭരിക്കപ്പെട്ടു എന്നാണ്. ഒരു അണക്കെട്ടിൽ സംഭരിക്കുന്ന അത്രയും വെള്ളം അവിടെ സംഭരിച്ചു. ആ ഭാഗത്ത്, മുണ്ടക്കൈ ഭാഗത്ത്, മുണ്ടക്കൈയുടെ ചരിവിലേക്ക് നോക്കിയാൽ, ആ പട്ടണത്തിൻ്റെ ചരിവിലേക്ക്, ആ ചെറിയ ഗ്രാമത്തിൻ്റെ ചരിവിലേക്ക് നോക്കിയാൽ അവിടെ ഡെപ്പോസിഷനാണ് കാണുന്നത്. വലിയ പാറകൾ, തടിക്കഷ്ണങ്ങൾ, കല്ലുകൾ ഇവ കൊണ്ടുവന്നിട്ടിരിക്കുകയാണ്, ചെളി. അപ്പോൾ ആ ഭാഗത്തേക്ക് ഉരുള് കുറേ സാധനം കൊണ്ടുവന്ന് ഇടുകയും മറ്റേ ഭാഗത്തുനിന്ന് മാന്തി എടുക്കുകയുമാണ് ചെയ്യുന്നത്. താഴെ ചൂരൽമലയിൽ വന്നാൽ ഈ നമ്മളിതിൻ്റെ ഫോഴ്സ് പരിഗണിച്ച് കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ പ്രവാഹത്തിൻ്റെ ഫോഴ്സുണ്ട്, ചെളി കലങ്ങിയ വെള്ളത്തിൻ്റെ പ്രവാഹമുണ്ട്. പക്ഷേ പുഴ അല്ലെങ്കിൽ വെള്ളം ഒരു നിരപ്പായ പ്രദേശത്തെത്തുമ്പോൾ എപ്പോഴും അതിൻ്റെ പുറമേ ഉള്ള കരയിൽ, ഇപ്പോൾ ഒരു വളവിലൂടെയാണ് ആ പുഴ പോകുന്നതെന്ന് അറിയാമല്ലോ, നേരെ താഴെ വന്ന് 90 ഡിഗ്രി വളയുകയാണ് ചെയ്തത്. അതിൻ്റെ പുറമേ ഉള്ള കരയിലായിരിക്കും ഏറ്റവും ഭാരം കൂടിയ വസ്തുക്കൾ കൊണ്ടിടുക. ആ ഭാരം കൂടിയ വസ്തുക്കളാണ് അവിടുത്തെ വീടുകളെല്ലാം നശിപ്പിച്ചിരിക്കുന്നത്. പുനരധിവാസത്തിന് ഇനി ആ സ്ഥലങ്ങളൊന്നും അനുയോജ്യമല്ല എന്നാണോ? ആ ഒരു നിഗമനത്തിലേക്ക് നമ്മൾ വെറുതെ ഒരു മേശയിൽ നിന്ന് അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാകരുത് എന്ന ആഗ്രഹമുള്ളതുകൊണ്ടും ആ തീരുമാനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഉള്ളതുകൊണ്ടുമാണ് അദ്ദേഹം ഒരു പ്രത്യേകം സംഘത്തെ അവിടെ നിയോഗിക്കണം. അവർ പരിശോധിച്ചിട്ട് ആ റിപ്പോർട്ട് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ അഡ്വൈസറി കമ്മിറ്റിക്ക് കൊടുക്കും. ഉരുൾപൊട്ടൽ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രഗത്ഭരായ 6 വ്യക്തികളുണ്ട്. അവരടങ്ങുന്ന ഒരു അഡ്വൈസറി കമ്മിറ്റി, അത് സ്റ്റാറ്റ്യൂട്ടറിയാണ്. അവരുടെ ഒരു മേൽപരിശോധനയും അഭിപ്രായവും കൂടി ചേർത്തുകൊണ്ട് നമ്മൾ സർക്കാരിന് ശുപാർശ കൊടുക്കും. അപ്പോഴും പുനരധിവാസം നടത്തുമ്പോൾ ഇനി ഒരു ദുരന്തമുണ്ടാകാൻ സാധ്യതയില്ലാത്ത സ്ഥലം വേണം, അങ്ങനെ ഒരു നിർദ്ദേശം ശക്തമായിട്ട് ഉണ്ടല്ലോ. അതിനുള്ള എന്ത് മുൻകരുതൽ, എന്ത് ജാഗ്രത, എന്ത് സംവിധാനമാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ എടുത്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ കാണേണ്ടത്, ദുരന്തം എന്നത് മനുഷ്യൻ്റെ ഭൂമിയിലുള്ള എക്സിസ്റ്റൻസിൻ്റെ ഭാഗമായി തന്നെ ഉണ്ട്. നമ്മൾ ഓരോ ദിവസവും ചില ദുരന്ത സാഹചര്യങ്ങളെ അതിജീവിച്ചിട്ടാണ് ജീവിക്കുന്നത്. നമ്മൾ റോഡ് ക്രോസ് ചെയ്യുമ്പോഴാകട്ടെ, ഹെൽമെറ്റ് വെക്കാതിരിക്കുമ്പോഴാകട്ടെ, ഇനി അഥവാ ഹെൽമെറ്റ് വെച്ചാൽ അതിൻ്റെ കൊളുത്തിടാതിരിക്കുമ്പോഴാകട്ടെ ഒക്കെ നമ്മളൊരു അക്സെപ്റ്റബിൾ റിസ്ക് എടുക്കുന്നുണ്ട്.
അപ്പോൾ ദുരന്തമില്ലാത്ത സ്ഥലം എന്നൊരു സ്ഥലമില്ല. ദുരന്ത സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും. അതിൻ്റെ ലഘൂകരണത്തിൽ മാത്രമേ മനുഷ്യന് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ മേഖലയിൽ വളരെയധികം പുരോഗമിച്ചിട്ടുള്ള ഇറ്റലിയിൽ 2 മാസം മുമ്പുണ്ടായ ഉരുൾപൊട്ടലിൽ എന്താണ് സംഭവിച്ചതെന്ന് നമ്മൾ കണ്ടതാണ്. സ്വിറ്റ്സർലാൻഡിൽ വരെ ആളുകൾ മരണപ്പെട്ടു. അപ്പോൾ അത്രയും വലിയ അനുഭവങ്ങളാണ് കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തിന് നമ്മൾ ആരെങ്കിലും കേരളത്തിൻ്റെ ചരിത്രത്തിൽ കേരളത്തിൽ ഹീറ്റ് വേവ് പ്രഖ്യാപിച്ച് കണ്ടിട്ടുണ്ടോ? നമ്മളൊക്കെ കുറച്ച് വർഷങ്ങളായി കേരളത്തിൽ ജീവിക്കുവാണല്ലോ. അത് ഈ ഏപ്രിൽ മാസത്തിൽ നമ്മൾ ചെയ്തില്ലേ? അപ്പോൾ ജലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ദുരന്ത സാധ്യതകൾ കുറഞ്ഞ സ്ഥലം അന്വേഷിക്കുമ്പോൾ ഒരുപക്ഷെ ജലലഭ്യത കുറയുമ്പോഴുണ്ടാകുന്ന വരൾച്ച പോലുള്ള ദുരന്ത സാധ്യതകൾ നമ്മൾ കാണേണ്ടി വരും. ഇവയെല്ലാം ലഘൂകരിക്കാനുള്ള ശ്രമമാണ് നമുക്ക് നടത്താൻ പറ്റുക. ഞാൻ ചോദിച്ചത്, ഈ കേന്ദ്ര സംഘം വരുമ്പോൾ താങ്കളും അവിടെ ഉണ്ടായിരുന്നു, അപ്പം ഇനിയും ഉരുൾപൊട്ടാൻ സാധ്യതയുള്ള സ്ഥലങ്ങളുണ്ട്, അങ്ങനെ ഒരു ആശങ്ക കേന്ദ്ര സംഘത്തെ അറിയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആ ഒരു വിവരം അറിയിച്ചിട്ടുണ്ടെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ഞാൻ മെൻഷൻ ചെയ്തത്. ശരിയാണ്. വയനാട്ടിൽ പല തദ്ദേശ സ്ഥാപനങ്ങളിലും നമ്മൾക്ക് ഇതുപോലെയുള്ള ഉയർന്ന മലനിരകളുണ്ട്. വയനാട് തന്നെ ഒരു ഉയർന്ന പ്ലേറ്റോയിലാണ്. അതിനു മുകളിൽ ഉയർന്നു നിൽക്കുന്ന ചില മലകളുണ്ട്. ആ മലകളോടനുബന്ധിച്ച് പല സ്ഥലങ്ങളിലും ഉരുൾപൊട്ടൽ സാധ്യതയുണ്ട്. ഈ സ്ഥലത്ത് പ്രത്യേകമായി ഈ മലയുടെ മുകളിൽ അടർന്നിരിക്കുന്ന ഒട്ടനവധി പാറകളും മണ്ണും ഇനിയും ഉണ്ട്. ഇവിടെ 6-7 മീറ്റർ മണ്ണുണ്ടായിരുന്നു. ആ മണ്ണ് അതുപോലെ അതിൻ്റെ ബാക്കി ഇവിടെ നിൽപ്പുണ്ട്, പലയിടത്തും അടന്ന്. കാരണം ഇത്രയും വലിയ ഉരുളാണ്, ഭയങ്കരമായ എനർജിയിൽ ഉണ്ടായി വന്ന ഇത്രയും വെള്ളം ഉന്തിത്തള്ളിക്കൊണ്ടുവന്ന ഒരു മെറ്റീരിയലാണ്. അതിൻ്റെ ബാക്കി എവിടെ ഉണ്ട്. അപ്പോൾ ശക്തമായൊരു മഴയുടെ സാഹചര്യത്തിൽ അവ അടന്നു വരും പതുക്കെ. ഇതൊരു പ്രകൃതി പ്രതിഭാസമാണ്. അതിന് നമ്മൾക്കൊരു നിയന്ത്രണവും ഇല്ലതിൽ. അങ്ങനെയാണ് പുഴകളിൽ മണ്ണും എക്കലും കല്ലും ചെളിയും ഒക്കെ ഉണ്ടാകുന്നത്. കുട്ടനാട് ഉണ്ടായത് അനേകായിരം ഉരുൾപൊട്ടലുകളുടെ ബാക്കി പത്രമായിട്ടാണ്. വയനാട് എന്ന് പറയുന്ന ജില്ല ഒരു ഭയപ്പാടിൻ്റെ നിഴലിലാണ്, അങ്ങനെ കൂടിയാണോ പറയുന്നത്? അല്ല, വയനാട് എന്ന ജില്ലയിൽ ജനവാസമുണ്ടായത് ഈ ഭയപ്പാടുകളെ അതിജീവിക്കാനുള്ള ശേഷി മനുഷ്യനുള്ളതുകൊണ്ടാണ്. മനുഷ്യൻ്റെ വിൽ പവറാണ് മനുഷ്യനെ ഇത്തരം സ്ഥലങ്ങളിലേക്ക് ചെന്നെത്താൻ പ്രേരിപ്പിച്ചിട്ടുള്ളത്. കേരളത്തിൻ്റെ വലിയ വനഭൂമിയായിരുന്ന ഭാഗങ്ങൾ വെട്ടിപ്പിടിച്ച് മനുഷ്യവാസ യോഗ്യമാക്കി ജീവിച്ചു പോകുന്നൊരു ജനതയാണ് കേരളത്തിൻ്റെ. അതുപോലെ തന്നെയാണ് നമ്മളുടെ കുട്ടനാട് പോലുള്ള മേഖലകൾ. 300-400 വർഷം മുമ്പ് ചതുപ്പായി കിടന്ന പ്രദേശം ഇന്ന് കൃഷിയോഗ്യമായത് എന്തുകൊണ്ടാണ്? മനുഷ്യൻ്റെ വിൽ പവർ ഒന്നുകൊണ്ട് മാത്രമാണ്. അപ്പം പ്രകൃതി പ്രതിഭാസങ്ങളോട് മല്ലിട്ടുകൊണ്ട് തന്നെയാണ് മനുഷ്യൻ പുരോഗതി കൈവരിച്ചിട്ടുള്ളത്, അവൻ്റെ ജീവിത നിലവാരം മെച്ചപ്പെട്ടിട്ടുള്ളത്. ഇപ്പോൾ നമ്മൾക്ക് വ്യത്യസ്തമായി വന്നിട്ടുള്ളത് കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ അനന്തരഫലമായി നമ്മൾ മുൻ അനുഭവിച്ചിരുന്നതിനേക്കാൾ തീവ്രതയിൽ ചില അനുഭവങ്ങൾ ഉണ്ടാകുന്നു. അവിടെ ചില മാറ്റങ്ങൾ അടിസ്ഥാനപരമായി തന്നെ നമ്മൾക്ക് നമ്മളുടെ ജീവിതശൈലിയിൽ വേണ്ടി വരും. അതൊരു ഇൻകൺവീനിയൻറ്റ് ട്രൂത്താണ്. നമ്മൾ പ്രളയശേഷം വളരെയധികം ചർച്ച ചെയ്തൊരു വിഷയമാണ്. അന്നും നമ്മൾ ഏറ്റവും കൂടുതൽ ഊന്നി പറഞ്ഞിട്ടുള്ളത് ഭൂവിനിയോഗത്തിൻ്റെ മാറ്റമാണ്. ഭൂവിനിയോഗത്തിൻ്റെ മാറ്റത്തിന് വേണ്ടി നമ്മൾ ഒരു സുപ്രഭാതത്തിൽ ആളുകളോട് ഇവിടെ ജീവിക്കരുത്, നിങ്ങൾ അവിടെ പോയി ജീവിക്കൂ എന്ന് പറഞ്ഞാൽ ആർക്കും തന്നെ അത് സാധ്യമാകില്ല. അവരുടെ സാമ്പത്തിക സ്ഥിതി അല്ലെങ്കിൽ അവർക്ക് ആ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുന്ന സ്ഥിതി ഇതൊക്കെ വ്യത്യസ്തമായി. പക്ഷേ ഒരു വശത്ത് ഭൂവിനിയോഗം മാറ്റി ആളുകളെ കൂടുതൽ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവരുന്നത് കൂടാതെ ആളുകൾക്ക് ഇത്തരം സാഹചര്യങ്ങളിലോട് എങ്ങനെ പ്രതികരിക്കണം എന്നുള്ള ഒരു അറിവും കൂടി കൊടുത്തുകൊണ്ടിരിക്കണം. മേപ്പാടി ഇപ്പോൾ ഈ സ്ഥലത്ത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റ്, ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ കോ ചെയർമാൻ 29-ാം തീയതി രാവിലെ പോലീസും ഫയർഫോഴ്സും അവിടുത്തെ പഞ്ചായത്ത് അംഗങ്ങളും റവന്യൂവും ഒക്കെ ആയി പോയതാണ്. അവിടെ ചെന്ന് ആളുകളോട് നിങ്ങൾ മാറണം. പുഞ്ചിരിമട്ടത്തും മുണ്ടക്കയിൽ ചൂരൽമല ഔട്ട് ഓഫ് ദ ബോക്സ് ആണ്. അത് ഒരു ശാസ്ത്രജ്ഞനും അത് പ്രവചിക്കാൻ പറ്റിയിട്ടില്ല, പ്രവചിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആ 2 സ്ഥലത്തും ഉള്ള ആളുകളെ മാറണം, അതിനുവേണ്ടി അവർ ശ്രമിച്ചതാണ്. കുറച്ചാളുകൾ മാറി. അപ്പോൾ ആ ബോധ്യം അവർക്ക് എങ്ങനെ ഉണ്ടായി? ഒന്ന്, അവർക്ക് അവരുടെ
കയ്യിൽ ലഭിക്കുന്ന വിവരങ്ങൾ, പലവിധ സ്രോതസ്സിലൂടെ ലഭിക്കുന്ന വിവരങ്ങൾ അവർ കണ്ടിട്ടുണ്ട്. പ്രാദേശികമായി പ്ലാന്റേഷൻസിലുള്ള മഴയുടെ അളവുകൾ അവർക്ക് കിട്ടുന്നുണ്ട്. അവരിതെല്ലാം കാണുന്നു. 2, ഏറ്റവും നല്ല സെൻസർ എന്താണ്? മനുഷ്യനാണ്. ആ പ്രദേശത്തുള്ള ആളുകൾ ഇവിടെ ശക്തമായ മഴ 2 ദിവസമായിട്ടുണ്ട് എന്ന് അവരെ അറിയിക്കുന്നു. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ആ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റ് നേരിട്ട് അവിടെ പോയി ആളുകളെ മാറ്റാൻ ശ്രമിച്ചു. എന്നാൽ അവിടെ മാത്രമല്ല അദ്ദേഹം പോയത്. വയനാട്ടിലെ ഒട്ടുമിക്ക ഉരുൾപൊട്ടൽ സാധ്യതയുള്ള പഞ്ചായത്തും അന്ന് പകൽ 29-ാം തീയതി പകൽ അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? ഏറ്റവും താഴെത്തട്ടിൽ ദുരന്ത സാധ്യതകളെക്കുറിച്ചുള്ള ബോധ്യമുള്ളതുകൊണ്ട്. അവിടെ സ്പെസിഫിക്കായ ഒരു വാണിംഗ് ഉണ്ടായിരുന്നു. അങ്ങനെയൊന്നുമില്ല. സ്പെസിഫിക്കായി മുണ്ടക്കൈയിൽ ഈ മലനിരകളിൽ ഒരു ഉരുള് പൊട്ടും എന്ന് ഉത്തരവാദിത്വത്തോടുകൂടി 29-ാം തീയതി 28-ാം തീയതിയോ പറഞ്ഞിട്ടുള്ള ഒരാളുമില്ല. അപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക? മാസീവായ ആളുകളോട് പോയി പറയുക. അതാണ് അവർ ചെയ്തത്. പക്ഷേ എന്താ സംഭവിച്ചത്? അത് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ പറഞ്ഞു. ആളുകൾക്ക് ഇത് ഇത്ര തീവ്രമാകുമെന്ന് അവർ പ്രതീക്ഷിച്ചില്ല. അതിൻ്റെ കാരണം എന്താ? മുണ്ടക്കൈ ഒരു ഗ്രാമപ്രദേശമാണ്, പുഞ്ചിരിമറ്റം ഒരു ഗ്രാമപ്രദേശമാണ്. ഞാൻ എന്നും കാണുന്ന എൻ്റെ മല, അവിടെ കുറച്ച് മഴ പെയ്യും, ശരിയാണ്, ഞാനെന്നും കാണാറുണ്ട്. ഇതിനേക്കാൾ തീവ്രമായ മഴ ഞാൻ കണ്ടിട്ടുണ്ട്. വലിയ ഉരുളുകൾ എൻ്റെ മുമ്പിൽ കൂടെ പോയിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. മഴവെള്ളം വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ തിരുവനന്തപുരത്തിരിക്കുന്ന താങ്കളോ ഞാനോ പുഞ്ചിരിമറ്റത്ത് അതുപോലൊരു മഴ കണ്ടാൽ അവിടെ നിന്ന് അടുത്ത വണ്ടിക്ക് ഓടും. പക്ഷേ പുഞ്ചിരിമറ്റംകാരൻ്റെ പെർസെപ്ഷൻ ഓഫ് റിസ്ക്, അവരുടെ അപകടത്തെക്കുറിച്ചുള്ള കോൺഷ്യസ്നെസ് കുറച്ചും കൂടി ഉയർന്നതാണ്. കാരണം അവർ മലയെ വെട്ടിപ്പിടിച്ച ജനതയാണ്. ആ വില്ലുള്ളത് കൊണ്ട് തന്നെ അതിനെയും ഞങ്ങൾ അതിജീവിക്കും എന്ന ചങ്കൂറ്റം മനസ്സിൽ സൂക്ഷിക്കും. അപ്പോഴും ഇതിനകത്ത് കൃത്യമായിട്ട് മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മന്ത്രിമാരടക്കം പറയുന്നത്. നമ്മൾ കേരളം പറയുന്നൊരു വാദം അതാണല്ലോ. ഈ ജിയോളജിക്കൽ സർവേ പോലും നമുക്ക് പൂർണ്ണമായി ആശ്രയിക്കാൻ കഴിയാത്തൊരവസ്ഥയാണെങ്കിൽ അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യും? നോക്കൂ, ലോകത്തൊരിടത്തും ചുഴലിക്കാറ്റിനല്ലാതെ വാച്ച് നോക്കി ഓടാൻ പറ്റില്ല. വേറൊരു ദുരന്തത്തിനും, കള്ളക്കടൽ, സുനാമിയും ചുഴലിക്കാറ്റും കുറേ കൂടി ഇപ്പോൾ നമ്മൾ മെച്ചപ്പെട്ടിട്ടുണ്ട് പ്രവചനങ്ങളുടെ കാര്യത്തിൽ. നമ്മൾക്ക് ഏകദേശം സുനാമിക്കാണെങ്കിൽ ഏകദേശം കൃത്യതയോടുകൂടി പറയും, ഈ അരമണിക്കൂറിനുള്ളിൽ തിര ഇന്ന സ്ഥലത്തെത്തിയേക്കും. ചുഴലിക്കാറ്റിൻ്റെ കാര്യത്തിലും ഏറെക്കുറെ പറയാം. പക്ഷേ ഉരുൾപൊട്ടൽ, വെള്ളപ്പൊക്കം ഇവയൊക്കെ കൃത്യതയോടുകൂടി പ്രവചിക്കാൻ ബുദ്ധിമുട്ടാണ്. ഉദാഹരണത്തിന് നമ്മൾ പെരിയാർ നദീതടം എടുക്കൂ. പെരിയാറിലെ പ്രധാനപ്പെട്ട കൈവഴികളിൽ ഒന്നും മഴ പെയ്യാതെ ഒരു ചെറിയ കൈവഴിയിൽ 600-700 മില്ലിമീറ്റർ മഴ പെയ്താൽ പെരിയാറിൽ വെള്ളം പോകും. അതെങ്ങനെ പ്രവചിക്കും? ഈ പ്രവചന സാധ്യതകൾ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. പ്രാദേശികമായ അറിവ്, ആ അറിവെന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു രേഖ നോക്കിയിട്ടുള്ള അറിവല്ല, ഇൻറ്റ്യൂഷൻ. ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മെമ്പറാണ് പറയുന്നത്. അതായത് നമ്മുടെ ഇപ്പോഴുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങളെ കണ്ണടച്ച് ആശ്രയിക്കേണ്ട, മനുഷ്യന്റെ ഇൻറ്റ്യൂഷൻ മതി എന്നാണ് പറയുന്നത്. അല്ല, നേരെ തിരിച്ചാണ് പറയുന്നത്. മനുഷ്യന്റെ ഇൻറ്റ്യൂഷൻ പ്രധാനമാണ് എന്നാണ് ഈ പറയുന്നത്. നമ്മളുടെ ഉള്ളറിവ്, ഒരു പ്രദേശത്ത് ജീവിക്കുമ്പോഴുള്ള ഉള്ളറിവ്, അവിടുത്തെ ഇൻഡിജിനസ് നോളജ്. നമ്മൾ മത്സ്യത്തൊഴിലാളികളെ കാണും. മത്സ്യത്തൊഴിലാളികൾക്ക് കടലിനെ കുറിച്ചൊരു ധാരണയുണ്ട് എന്ന് പറഞ്ഞതുപോലെ മലയോര ജനതയ്ക്ക് മലയിലെ മഴയെക്കുറിച്ചൊരു ധാരണയുണ്ട്, ഉരുൾപൊട്ടൽ സാധ്യതകളെക്കുറിച്ചൊരു ധാരണയുണ്ട്. ആ ധാരണയും ആ അറിവും കൂടി സ്വാംശീകരിക്കപ്പെടണം. അവിടെ ആ അറിവ് ഇത്തരം ചില അവസരങ്ങളിൽ, മഴയുടെ അവസരങ്ങളിൽ പുറമേ നിന്നൊരു ഇനർഷ്യ കൊടുത്തിട്ട് പോലും ആളുകൾക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. വയനാട്ടിൽ ഈ 29-ാം തീയതി എന്താണ് സാങ്കേതിക സംവിധാനങ്ങളിൽ നിന്ന് ലഭിച്ച മുന്നറിയിപ്പ് എന്ന് നമ്മൾ കണ്ടതാണ്. സ്പെസിഫിക്കായ ഒരു മുന്നറിയിപ്പ് അങ്ങനെ കൊടുക്കാൻ നിലവിൽ നിർവാഹമില്ല. അത് ജിയോളജിക്കൽ സർവേക്കല്ല, IMDക്കല്ല, ലോകത്ത് ഒരു ഏജൻസിക്കുമില്ല. അതിൻ്റെ കാരണം ശാസ്ത്രം അത്രയേ ഈ പ്രതിഭാസങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുള്ളൂ. അത് ഏതെങ്കിലും ഒരു സംവിധാനത്തിൻ്റെ പ്രശ്നം കൊണ്ടല്ല, ശാസ്ത്ര സത്യം അതായതുകൊണ്ടാണ്. ഇനി അതിൽ നിന്ന് മുന്നേറാൻ പറ്റുമോ? പറ്റും. ഇപ്പോൾ ആധുനിക സാങ്കേതിക വിദ്യകളുടെ ചർച്ചകൾ നടക്കുന്നുണ്ട്. നമ്മളുടെ AI പോലുള്ള സാങ്കേതിക വിദ്യകൾ ഒരുപക്ഷെ കുറച്ചു കാലത്തിനുള്ളിൽ ഇതിൽ വലിയ മുന്നേറ്റമുണ്ടാക്കും. പക്ഷെ നിലവിൽ താഴെത്തട്ടിലുള്ള അറിവുകൾ അത് 2019 മുതൽ നമ്മൾ വളരെ ശക്തമായി കേരളത്തിൽ മുന്നോട്ട് വെച്ചതാണ്. തദ്ദേശ സ്ഥാപനങ്ങളുടെ ദുരന്ത ലഘൂകരണം. ഈ മേപ്പാടി പഞ്ചായത്തിനൊരു നല്ല ദുരന്ത ലഘൂകരണ പദ്ധതിയുണ്ട്.
അവർക്ക് നല്ല പരിശീലനം കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ പോയത്. അവിടുത്തെ വാർഡ് മെമ്പർ ഇത് അപകടകരമാകും എന്ന ഉള്ളറിവും ഈ പ്രക്രിയ നടത്തിയതിൻ്റെ പരിചയവുമുണ്ട്. അവരുടെ പ്ലാൻ എടുത്തു നോക്കൂ, വളരെ നന്നായി തയ്യാറാക്കിയ ഒരു പ്ലാനാണ്. ആ പ്രാദേശിക നോളജ് അതിനെ എടുത്ത് പറയുമ്പോൾ പോലും ഇനി കേരളത്തിൽ ഒരു തനത് മുന്നറിയിപ്പ് സംവിധാനം വരും, അത് ക്യൂസാറ്റ് അടക്കമുള്ള സംവിധാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ടായിരിക്കും എന്ന് മന്ത്രി അടക്കം പറയുകയുണ്ടായി. അപ്പോൾ അത് എത്രത്തോളം പ്രായോഗികമാണെന്ന് തോന്നുന്നുണ്ട്? നമ്മൾ കാണേണ്ടത്, ക്യൂസാറ്റുമായിട്ട് ഞങ്ങൾ മുൻപ് ഒരു കറസ്പോണ്ടൻസ് നടത്തിയിരുന്നു. അവർ നമ്മൾക്ക് ഔദ്യോഗികമായി എഴുതി തന്നിട്ടുണ്ട്, ഞങ്ങൾ ഒരു വെതർ ഫോർകാസ്റ്റിംഗ് നടത്തുന്നില്ല. എഴുതി തന്നിട്ടുണ്ട്, ഞങ്ങൾ വെതർ ഫോർകാസ്റ്റിംഗ് നടത്തുന്നില്ല, ഞങ്ങൾക്കതിനുള്ള ഒരു മാൻഡേറ്റ് ഇല്ല. വസ്തുതയാണ്, രാജ്യത്ത് വെതർ ഫോർകാസ്റ്റ് ഔദ്യോഗികമായി കൊടുക്കാൻ മാൻഡേറ്റ് ഉള്ളൊരു ഏജൻസിയുണ്ട്. ഞങ്ങൾ ആ ഏജൻസിക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ്. കൊളാട്രൽ ഇൻഫർമേഷൻ ഞങ്ങൾ എടുത്താലും വാണിങ്ങിനെ ആശ്രയിക്കുമ്പോൾ ആ വാണിംഗ് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറിലൂടെ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റൂ. അതിൽ ചില മാറ്റങ്ങളൊക്കെ വേണമായിരിക്കും. ആ മാറ്റങ്ങളെക്കുറിച്ച് ഞങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യും. ഓക്കിക്ക് ശേഷം ഞങ്ങൾ ചില മാറ്റങ്ങൾ കേന്ദ്ര തലത്തിലുള്ള മുന്നറിയിപ്പുകളിൽ നിന്ന് ചില ക്ലൂ ഉൾക്കൊണ്ടുകൊണ്ട് ചില മാറ്റങ്ങൾ ഞങ്ങളിവിടെ വരുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലും ചില മാറ്റങ്ങൾ നമ്മൾക്ക് വേണ്ടി വരും. പക്ഷേ ഇത്തരം സംവിധാനങ്ങളിലൂടെ ലഭിക്കുന്ന അറിവുകൾ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് നമ്മൾക്ക് ഒരു ദുരന്ത ലഘൂകരണ പ്രക്രിയ നടത്താൻ പറ്റില്ല. താഴെ തട്ടിൽ തദ്ദേശ സ്ഥാപനങ്ങളിലാണ് അതിൻ്റെ ഏറ്റവും വലിയ ഉള്ളറിവുണ്ടാവേണ്ടത്. അത് ദീർഘകാല അടിസ്ഥാനത്തിലുള്ള നടപടികളിലാകട്ടെ, ഇത്തരം മഴ സൂചിക, മഴയോ അല്ലെങ്കിൽ പൊട്ടുന്ന ശബ്ദമോ കല്ലുരുളുന്ന ശബ്ദമോ ഒക്കെ കേൾക്കുമ്പോൾ ആ സൂചനകളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ടുള്ള, അതായത് ഇങ്ങനൊരു മുന്നറിയിപ്പ് സംവിധാനം കൊണ്ടുവരുമെന്ന് അത് ജനങ്ങളെ ഒരു ആശ്വസിപ്പിക്കാൻ പറയുന്നതിനപ്പുറത്തേക്ക് പ്രായോഗികമായിട്ട് ഈ പറയുന്ന നിർദ്ദേശങ്ങളാണ് കൃത്യമായിട്ട് നടപ്പിലാകും. അല്ല, ജനങ്ങളിലെ ആശ്വസിപ്പിക്കാനല്ല. ഇപ്പം നോക്കൂ, നിങ്ങൾക്കൊരു 2 മാസമായിട്ട് നിങ്ങളുടെ മൊബൈൽ ഫോണിൽ മഴയുടെ മുന്നറിയിപ്പ് വരാൻ തുടങ്ങി. അലേർട്ട് ജനറേറ്റ് ചെയ്യുന്നത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പാണ്. അലേർട്ട് ഡെസിമിനേറ്റ് ചെയ്യുന്നത് ഞങ്ങളാണ്. ഞങ്ങളിപ്പോൾ ഒരു സൈറൺ സംവിധാനം തയ്യാറാക്കി. അതിൻ്റെ ടെസ്റ്റിംഗ് ഞങ്ങൾ ഈ കഴിഞ്ഞ മാസം നടത്തിയിരുന്നു. അതിൻ്റെ ഫൈനൽ സ്റ്റേജസിലേക്ക് പോവുകയാണ്. അപ്പോൾ ആളുകളെ അറിയിപ്പ് കൊടുക്കാൻ വേണ്ടുന്ന സംവിധാനങ്ങളുണ്ടാകും. പക്ഷേ അറിയിപ്പ് എന്നത് എന്തിനെ ആശ്രയിച്ചിട്ടാണ്? ഇതിൻ്റെ പുറകിൽ ഒരു ശാസ്ത്രമുണ്ടല്ലേ. അറിയിപ്പ് കൊടുക്കാനാണ് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിക്കോ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിക്കോ തദ്ദേശ സ്ഥാപന ദുരന്ത നിവാരണ അതോറിറ്റിക്കോ ഉള്ള ചുമതല. അതാണ് ദേശീയ പ്ലാൻ തന്നെ പറയുന്നത് റെസ്പോൺസിബിലിറ്റിയായി. അലർട്ട് ജനറേറ്റ് ചെയ്യുന്ന ഏജൻസികളുണ്ട്. അവിടെയാണ് ഈ IMD GSI ഒക്കെ വരുന്നത്. അവർ തയ്യാറാക്കുന്ന മുന്നറിയിപ്പിനനുസരിച്ചിട്ടുള്ള നടപടിക്രമങ്ങളാണ് നമ്മൾ താഴോട്ട് പറയുന്നത്. അപ്പോൾ ഓറഞ്ച് അലേർട്ട് എന്ന് പറഞ്ഞാൽ പ്രിപ്പയർഡ്, കാര്യങ്ങൾ പരിശോധിച്ച് വയ്ക്കുക. പ്രിപ്പയർ ചെയ്യാനാണ് പഞ്ചായത്ത് പ്രസിഡൻറ്റ് തന്നെ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻറ്റ് തന്നെ ഈ വാർഡുകളിൽ പഞ്ചായത്തുകളിൽ പോയത്. അപ്പോൾ ആ പ്രിപ്പറേറ്ററി ആക്ഷന് വേണ്ടി കാര്യങ്ങൾ ട്രിഗർ ചെയ്യണമെന്നാണ് ഓറഞ്ച് അലേർട്ട് പറയുന്നത്. ചിലപ്പോൾ ഇനി ഓറഞ്ച് അലേർട്ടിൽ നമ്മൾക്ക് ഇവാക്വേഷനിലേക്ക് പോകേണ്ടി വരും. അതൊരു ഒറ്റയാൾ തീരുമാനമല്ല, അതിന് ഒരു സമിതിയുണ്ട്, ചീഫ് സെക്രട്ടറി അധ്യക്ഷനായ ഒരു സമിതിയുണ്ട്. ആ സമിതിയാണ് ആ കാര്യങ്ങൾ തീരുമാനിക്കുക. അപ്പോൾ ഈ മാറ്റങ്ങൾ വേണ്ടി വരുമായിരിക്കും. പക്ഷേ ആളുകൾ അവരിലേക്ക് കൂടുതൽ വ്യക്തതയോടുകൂടി ഈ ബോധ്യം നമ്മൾക്ക് നൽകേണ്ടതുണ്ട്. അതായത് നിങ്ങളുടെ പരിസരവും നിങ്ങളുടെ കാലാവസ്ഥയും അറിഞ്ഞു വേണം നിങ്ങൾ ജീവിക്കാൻ. നമ്മൾക്ക് മൊബൈൽ ഫോണിലേക്ക് ചുരുങ്ങിക്കൊണ്ട് നമ്മളുടെ മൊബൈൽ ഫോണിലൊരു മെസ്സേജ് വരും, അല്ലെങ്കിൽ TV-യിൽ ഒരു മെസ്സേജ് വരും, അന്നേരം നമ്മളുടെ പരിസരത്തെക്കുറിച്ച് മനസ്സിലാക്കുമെന്നാണെങ്കിൽ അത് നടക്കും. ഈ പറയുന്നത് വയനാട് മാത്രമല്ല, കേരളം മുഴുവൻ ഇക്കോളജിക്കലി വൾണറബിൾ ആണെന്ന് പറയുന്നത് അതനുസരിച്ച് കൊണ്ടുകൂടിയുള്ള ഒരു പ്ലാനാണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് തദ്ദേശ സ്ഥാപന തലത്തിൽ ദുരന്ത ലഘൂകരണ പദ്ധതികൾ തയ്യാറാക്കാൻ നമ്മൾ തീരുമാനിച്ചത്. 19 ആരംഭിച്ചാണ്. ആ കോവിഡ് വന്നില്ലായിരുന്നെങ്കിൽ കുറച്ചും കൂടി കാര്യക്ഷമമായി കാര്യങ്ങൾ നടന്നേനെ. പക്ഷേ തദ്ദേശ സ്ഥാപന തലത്തിൽ ഈ പദ്ധതി ഉണ്ടാക്കാനുള്ള കാരണം തന്നെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് മാത്രം ഇത്തരം സ്ഥലം പരിഗണിച്ചുകൊണ്ടുള്ള മാറ്റങ്ങൾ വേണ്ടി വരും, അതില്ലെന്നല്ല. ഇപ്പോൾ വയനാട്ടിൽ തന്നെ പനമരത്തുള്ള മുന്നറിയിപ്പിൻ്റെ സ്വഭാവമായിരിക്കത്തില്ല മേപ്പാടിക്കുള്ള മുന്നറിയിപ്പിൻ്റെ സ്വഭാവം. ആ ഗ്രാനുലാരിറ്റി ഉണ്ടാകണമെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങൾ ഈ ലഭിക്കുന്ന മുന്നറിയിപ്പിനെ എടുത്ത് അവരുടെ പരിസരം കൂടി മനസ്സിലാക്കിക്കൊണ്ട് ഇടപെടേണ്ടി വരും. ഈ പ്രക്രിയ എന്ന് പറയുന്നത് എത്ര കണ്ട് ജനകീയമാകുന്നോ അത്ര കണ്ട് അതിൻ്റെ ഫലവും ഉണ്ടാകും. ആ ജനകീയതയിലേക്ക് പോകണമെങ്കിൽ നമ്മളാദ്യം സിറ്റിസൺസ് നമ്മളാദ്യം മനസ്സിലാക്കേണ്ടത് മൊബൈൽ ഫോണിലോ വാച്ചിലോ അല്ലെങ്കിൽ നമ്മുടെ TV-യിലോ ഒരു അലർട്ട് കിട്ടുമ്പോൾ
നമ്മൾ ഓടാൻ നിൽക്കരുത്. നമ്മളുടെ പരിസരവും കാലാവസ്ഥയും നിരന്തരം നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടും മനസ്സിലാക്കിക്കൊണ്ടും. ഇതൊക്കെ ജനങ്ങളുടെ ഭാഗത്ത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം കാലാവസ്ഥ പരിഗണിച്ചുകൊണ്ട് ഒരു നയരൂപീകരണം വേണം. പ്രതിപക്ഷമടക്കം ആവശ്യപ്പെടുന്നത് അതാണ്. അതൊരു ഹൈ ടൈം ആയില്ലേ അങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ? നമ്മൾക്ക് കാലാവസ്ഥ വ്യതിയാനം സംബന്ധിച്ച് ഒരു ആക്ഷൻ പ്ലാൻ ഉണ്ട് സ്റ്റേറ്റ് ആക്ഷൻ പ്ലാൻ ഓൺ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ട്. അതിൽ പല വകുപ്പുകൾക്ക് പലതരത്തിലുള്ള ചുമതലകൾ കൊടുത്തിട്ടുണ്ട്. കാലാവസ്ഥാ വ്യതിയാനത്തോട് അനുരൂപീകരിക്കപ്പെടുന്നതിൻ്റെ പ്രക്രിയകൾക്ക് വേണ്ടി ഈ 2023 അവസാന ഘട്ടത്തിൽ കാലാവസ്ഥാ രൂപീകരണ മിഷൻ രൂപീകരിച്ചിട്ടുണ്ട്. അതും പ്രവർത്തിച്ചു തുടങ്ങുന്നേ ഉള്ളൂ. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു മിഷൻ. അതായത് ദീർഘകാല അടിസ്ഥാനത്തിൽ അനുരൂപീകരണ പ്രക്രിയകളെ ഏകോപിപ്പിക്കുന്ന ഒരു പ്രവർത്തനം നടത്തുന്നതിന് പ്രത്യേകം സംവിധാനം വേണമെന്ന് കണ്ടിട്ടുണ്ട്. ആ സംവിധാനത്തിൻ്റെ ഭാഗമായി തന്നെ നയരൂപീകരണത്തിനുള്ള ഒരു വർക്ക്ഷോപ്പ്, ഒരു വലിയ വിപുലമായ വർക്ക്ഷോപ്പ് നമ്മൾ ഒക്ടോബർ മാസത്തിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ പാരലലി നടക്കുന്നുണ്ട്. കേരളം കാലാവസ്ഥാ വ്യതിയാനത്തിനോട് അനുരൂപീകരിക്കപ്പെട്ട് ജീവിക്കേണ്ടതുണ്ട് എന്ന മനസ്സിലാക്കൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന നിലയിൽ, ഒരു സംവിധാനം എന്നുള്ള നിലയിൽ സർക്കാരിനുണ്ട്. ആ പ്രക്രിയയും ആരംഭിച്ചിട്ടുണ്ട്. ആ മിഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കത് കൃത്യമായി പറയാനും പറ്റും. അവിടെയും പ്രധാന ഊന്നൽ നമ്മൾ വ്യക്തികളെന്ന നിലയിൽ, സമൂഹമെന്ന നിലയിൽ നമ്മളുടെ കയ്യിലുള്ള ഭൂമിയെ എങ്ങനെ വിനിയോഗിക്കുന്നു, നമ്മൾ എന്ത് തരത്തിൽ ഭൂമിയോട് ഇൻട്രാക്ട് ചെയ്യുന്നു, ഇതിനെയൊക്കെ ഊന്നി തന്നെയായിരിക്കും നമ്മളുടെ അനുരൂപീകരണം. അല്ലെങ്കിൽ നമ്മൾ മാഴ്സിന് ടിക്കറ്റ് എടുക്കേണ്ടി വരും. ഇനി മുല്ലപ്പെരിയാറിലേക്ക് കടക്കുമ്പോൾ, മുല്ലപ്പെരിയാർ ഈ വയനാട് ദുരന്തം വന്ന ശേഷം മുല്ലപ്പെരിയാർ ആശങ്ക പലതരത്തിലാണ് ജനങ്ങൾ പ്രകടമാക്കുന്നത്. അതൊരു അനാവശ്യ ആശങ്കയാണെന്ന് മന്ത്രി പറഞ്ഞൊരു സാഹചര്യമുണ്ട്. അങ്ങനെ തന്നെയാണോ? അതിൽ ജനങ്ങളുടെ പരിഭ്രാന്തിക്ക് ഒരു അടിസ്ഥാനമില്ലേ? അല്ല, മുല്ലപ്പെരിയാർ അണക്കെട്ടിനെ സംബന്ധിച്ചിടത്തോളം സുപ്രീം കോടതിയുടെ ഒരു വിധി ഉണ്ടായിരുന്നു. ഇതിൽ തുടർന്ന് നമ്മൾ കൂടുതലും ദുരന്ത ലഘൂകരണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വർക്കുകളാണ് ചെയ്യേണ്ടുന്നത്. ഡാമിൻ്റെ സുരക്ഷിതത്വം സംബന്ധിച്ചൊക്കെ ആ വിധിയിൽ വിശദമായി പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ മുല്ലപ്പെരിയാർ അണക്കെട്ടിൻ്റെ ആ വിധിയെ അല്ലെങ്കിൽ ആ കേസ് ഒന്ന് തുറന്ന് പരിശോധിക്കാൻ സുപ്രീം കോടതി തയ്യാറായിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ ഈ വിഷയത്തിൽ ഒരു ചോദ്യം മാത്രമേ മുൻപും ഇപ്പോഴും എന്നും എനിക്ക് ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ മനസ്സിലുള്ളൂ. വളരെ പഴക്കമുള്ളൊരു കെട്ടിടം, നമ്മൾക്ക് ആ കെട്ടിടത്തിൻ്റെ നിർമ്മാണ രീതി എന്താണ് എന്ന് പോലും കൃത്യതയോടുകൂടി അറിയില്ല. കാരണം നമുക്ക് അന്ന് അങ്ങനത്തെ ഒരു മനസ്സിലാക്കലില്ല എൻജിനീയറിംഗ് സാങ്കേതിക. അപ്പോൾ അത്തരമൊരു കെട്ടിടത്തെ നമ്മൾ ഒരുമിച്ച് നിന്ന് മെച്ചപ്പെടുത്തുകയോ പൊളിച്ചു പണിയുകയോ എന്താണ് ഉചിതമെന്ന് രണ്ട് സർക്കാരുകളും കേന്ദ്ര സർക്കാരും ഒക്കെ ചേർന്ന് ആലോചിച്ച് ചെയ്യേണ്ടതുണ്ട്. നിലവിൽ അണക്കെട്ടിനെ കുറിച്ചുള്ള ചർച്ചയുണ്ടായത് ഗൂഗിൾ എർത്തിൽ ടെറൈൻ ഓൺ ചെയ്തെടുത്തൊരു ഫോട്ടോയിലാണ് എന്നാണ് ഞാൻ മനസ്സിലായത്. അതല്ല, ആപ്പിൾ ഇമേജസിൽ ഒരു ടെറൈൻ ഓൺ ചെയ്തിട്ടൊരു ഫോട്ടോയിലാണ്. അത് നമ്മൾ റോഡിലും ടെറൈൻ ഓൺ ചെയ്തിട്ടിട്ടാൽ നമ്മൾ ഇതുപോലുള്ള ചില വേരിയേഷൻസൊക്കെ കാണും. അതൊരു ഒപ്റ്റിക്കൽ പ്രോബ്ലമാണ്. ആ ഇമേജ് കോൺജുഗേറ്റ് ചെയ്യുന്നതിൻ്റെ ഒപ്റ്റിക്കൽ പ്രോബ്ലമാണ്. അതിലാണ് ഈ ചർച്ച പലതും ആരംഭിച്ചത്. പക്ഷേ കാതലായ വിഷയങ്ങൾ ഇപ്പോൾ കേരളത്തിന് വീണ്ടും ബഹുമാനപ്പെട്ട കോടതി മുന്നാകെ ബോധ്യപ്പെടുത്താനും അതൊന്ന് ചർച്ച ചെയ്യാനായി പുനരാരംഭിക്കാനും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ആശങ്കയ്ക്ക് വകയുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെയും എൻ്റെ മറുപടി ഇതാണ്: നിങ്ങളുടെ പരിസരം അറിഞ്ഞ് നിങ്ങളുടെ പരിസരത്തെക്കുറിച്ച് നല്ല ബോധ്യത്തോടു കൂടി, അത് കാലാവസ്ഥയാകട്ടെ ഭൂമിയാകട്ടെ, അതിനെക്കുറിച്ച് അറിഞ്ഞുകൊണ്ട് വേണം നമ്മൾ ഒരു സ്ഥലത്ത് ജീവിക്കാം. പക്ഷെ മുല്ലപ്പെരിയാറിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾ തന്നെ തീരുമാനിച്ചാൽ പറ്റില്ലല്ലോ. സർക്കാർ അത്രയും ശക്തമായിട്ടുള്ള ഒരു നിശ്ചയദാർഢ്യവും ഇച്ഛാശക്തിയും ഒക്കെ ഇതിനകത്ത് കാണിക്കണം എന്ന് ജനം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ വീണ്ടും അവിടെ സമരം ആരംഭിച്ചിരിക്കുന്നു, സമരസമിതി. അങ്ങനെ ഒരു വിഷയമില്ലേ? അതെ, 12-ൽ ഈ സമരമൊക്കെ നടക്കുന്ന സമയത്ത് ഒരു വലിയ സംഘം അധ്യാപകരും കുട്ടികളുമായി സ്ഥലത്ത് പോയി എവിടം വരെ വെള്ളം വരുമെന്ന് അടയാളപ്പെടുത്തി, ഇതിൻ്റെ ഏറ്റവും തീവ്രമായ സാഹചര്യത്തിൽ എവിടം വരെ വെള്ളം വരുമെന്ന് അടയാളപ്പെടുത്തി അവിടെയുള്ള ജനങ്ങൾക്ക് പരിശീലനം കൊടുക്കാനും അവിടെയുള്ള ജനങ്ങൾ എവിടെയാണ് വസിക്കുന്നത് അത് ഒരു ഭൂവിവര സാങ്കേതിക വിദ്യയിൽ ക്രോഡീകരിക്കാനും അവരെ സംബന്ധിച്ച വിവരങ്ങൾ ശേഖരിക്കാനും ഒക്കെ നേതൃത്വം നൽകാൻ ചുമതലപ്പെട്ട ആളായിരുന്നു ഞാൻ. അപ്പോൾ ആ സ്ഥലത്തെ ജനതയുടെ ആശങ്ക ഇതുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾക്ക് മനസ്സിലാകും. ഇവിടെ ഇതൊരു ജനാധിപത്യ രാജ്യമാണ്. കേരളത്തിന് ഒറ്റയ്ക്ക് പോയി ഇപ്പോൾ നാളെ വെട്ടൊന്ന് മുറി രണ്ട് എന്ന നിലപാടെടുത്തത് കൈകാര്യം ചെയ്യാൻ പറ്റില്ല എന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം, സമരം ചെയ്യുന്നവർക്കും അറിയാം. അവരവരുടെ ജനാധിപത്യപരമായ അവകാശം പ്രകടിപ്പിക്കുമായിരിക്കും. പക്ഷേ ബഹുമാനപ്പെട്ട കോടതിയാണ്
ആത്യന്തികമായി ഇതിൻ്റെ അകത്ത് ഒരു തീരുമാനമെടുക്കേണ്ടുന്നത്. ആ ജനാധിപത്യ പ്രക്രിയയിൽ ഇപ്പോൾ നമ്മൾക്കൊരു സ്റ്റെപ്പ് മുന്നോട്ട് വയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നത് വളരെ നല്ലൊരു കാര്യമാണ്. അത് ചർച്ച ചെയ്യട്ടെ. കോർട്ടിൻ്റെ തലത്തിലുള്ള കാര്യത്തിൽ എനിക്ക് ഇതിൽ കൂടുതലൊന്നും പറയാനില്ല. ഷിരൂർ ദൗത്യം വീണ്ടും തെരച്ചിൽ നടക്കുന്ന ഒരു സാഹചര്യം ഒക്കെയാണ്. എങ്ങനെയാണ് ഇപ്പം ഇത്ര ദിവസം കഴിഞ്ഞു, ശരിക്കും അതിനകത്തൊരു സാധ്യത കാണുന്നുണ്ട്? ഷിരൂരെ ഈ ലോറി കണ്ടെത്താൻ സാധിക്കും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മളിന്നിപ്പോൾ പുനരാരംഭിച്ചിട്ടേ ഉള്ളൂ. ഇപ്പോൾ ചില മുങ്ങിത്തപ്പലുകളും കാര്യങ്ങളും ഒക്കെയാണ് നടക്കുന്നത്. കുറച്ചും കൂടി സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടുള്ള കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളിത് പെട്ടെന്ന് കണ്ടെത്തും. ഇവിടെ രൂപപ്പെട്ടിട്ടുള്ള മൺകൂനകൾ വെറുതെ രൂപപ്പെട്ട് കിടക്കുന്നതാണ് എന്നും തോന്നുന്നില്ല. അത് എന്തെങ്കിലും തരത്തിൽ ഈ ചെളിയും മണ്ണും ഒലിച്ചു പോകാതെ അതിനെ അവിടെ തന്നെ തടഞ്ഞു നിർത്തിയ വസ്തുവകൾ ഇതിനുള്ളിൽ കാണും. അപ്പം അത് കണ്ടെത്തണമെങ്കിൽ കുറച്ചും കൂടി ഊർജിതമായി ഡ്രഡ്ജർ പോലുള്ള സൗകര്യങ്ങളും കൂടി ഉപയോഗപ്പെടുത്തേണ്ടി വരും. അതൊക്കെ ആ സർക്കാർ ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ ആരംഭ ദിവസങ്ങളിൽ നിരന്തരം അവിടുത്തെ റിലീഫ് കമ്മീഷണറുമായി ഞാൻ സംസാരിച്ചിരുന്നു. മാഡം അവർ ചെയ്യുന്ന എഫേർട്ടും പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസവും ഞാൻ സംസാരിച്ചിരുന്നു. ഒരു ഡ്രഡ്ജറിൻ്റെ കാര്യം വന്നപ്പോൾ ഞാൻ മാഡത്തിനെ വിളിച്ച് ചോദിച്ചിരുന്നു, ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും സഹായം ഈ വിഷയത്തിൽ വേണം, ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. ഇപ്പോൾ നിലവിൽ അങ്ങനെ ഒരു ഡിമാൻഡ് ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്രക്രിയ നടക്കുന്നുണ്ട്. അവിടെയും നമ്മൾക്ക് സംസാരിക്കാവുന്ന, നമ്മളെ അറിയുന്ന ആളുകളുണ്ട് ഭരണ സംവിധാനത്തിലും. അവരൊന്നും ചെയ്യാതിരിക്കുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അവർ കാര്യക്ഷമമായി അവരുടെ പരിമിതികൾക്കുള്ളിൽ നിന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഇതിൽ ഭയങ്കര രസകരമായിട്ടുള്ള കാര്യം, ഇതിൽ അഡ്മിനിസ്ട്രേഷൻ വിഭാഗത്തിൽ താങ്കളുടെ അടക്കമുള്ളവർ പറയുന്നതും അത് കർണാടകത്തിലുള്ളവർ പറയുന്നതും ഒരു തരത്തിലും, അതേസമയം പൊളിറ്റിക്കൽ അഭിപ്രായങ്ങൾ മറ്റൊരു തരത്തിലുമാണ് വരുന്നത്. കേരളത്തിനോട് ഡ്രഡ്ജിങ് യന്ത്രം എത്തിക്കാമെന്ന് കേരളം ഉറപ്പ് നൽകിയിരുന്നു, പക്ഷേ എത്തിച്ചില്ല എന്ന് കാർവാർ MLA പറയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. കേരള സർക്കാരിനെതിരെ വിമർശനം. ഇതിൽ ഒരു രാഷ്ട്രീയ ഇടപെടലുകൾ പല ഘട്ടത്തിൽ നടക്കുന്നതുകൊണ്ട് ഒരുപക്ഷെ യഥാർത്ഥ കാര്യങ്ങൾ ജനങ്ങൾ വ്യക്തമായിട്ട് പുറത്തറിയുന്നില്ല. അങ്ങനെ അതിന് ഉത്തരം പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. ഈ ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ സമ്മർദ്ദമോ ഇടപെടലോ ഞങ്ങളുടെ തലത്തിൽ ഉണ്ടായിട്ടില്ല, ഞങ്ങളിലേക്കുണ്ടായിട്ടില്ല. എനിക്ക് അത് സംബന്ധിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് കിട്ടിയ നിർദ്ദേശം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ആവശ്യപ്പെട്ടതാണ്. ഇതിൽ ഇടപെട്ട് നമ്മൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്യണം, അവരുമായി സഹകരിക്കണം. അതനുസരിച്ച് അവിടെ ദുരന്ത നിവാരണത്തിനൊരു കൺസൾട്ടൻ്റ് ഉണ്ട്, അദ്ദേഹവുമായി ഞാൻ ബന്ധപ്പെട്ടു, കളക്ടറുമായി ബന്ധപ്പെട്ടു. നമ്മൾക്ക് പിന്നെ ഒരു അവസരത്തിലും നമ്മൾക്കൊന്നും ഒളിച്ചു വെക്കേണ്ട കാര്യം ഉണ്ടായിട്ടില്ല. ഇവിടെ നമ്മൾക്കറിയുന്ന കാര്യങ്ങൾ നമ്മൾ മാധ്യമങ്ങളോട് പറയുന്നുണ്ട്. നിങ്ങൾ പല മാധ്യമങ്ങളും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പൊളിറ്റിക്കൽ ഇൻ്റർഫിയറൻസ് എന്ന നിലയിൽ ഒന്നും ഉണ്ടായതായി എൻ്റെ അനുഭവത്തിൽ ഇതുവരെ ബോധ്യപ്പെട്ടിട്ടില്ല. അവിടെ നമ്മളുടെ കുറച്ച് ജനപ്രതിനിധികൾ പോയിരുന്നു. കാരണം ഇത് സംസ്ഥാനത്തിന് തന്നെ വേദനയുണ്ടാക്കിയ ഒരു അനുഭവമായിരുന്നു. ഞാൻ ഈ ഷിരൂർ വഴി അതിനൊരു 2 ആഴ്ച മുമ്പ് സഞ്ചരിച്ച ആളാണ്. കാറിൽ പോയ ഒരാളാണ്. 2 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും പോയ ആൾ. അപ്പോൾ ആ സ്ഥലത്തെക്കുറിച്ചും സാമാന്യം നല്ല ഒരു തൊട്ടറിവുണ്ട്. ഇവിടുത്തെ ഒരു ചായക്കടയിൽ നിർത്തി ചായയും കുടിച്ചതാണ്. ഞാനിത് ആദ്യത്തെ ദിവസം തന്നെ ആരോ മാധ്യമങ്ങൾ ചോദിച്ചപ്പോൾ പറഞ്ഞിരുന്നു, റോഡ് കട്ട് ഫെയിലിയറാണ്, വലിയ ഫെയിലിയറാണ്. അപ്പോൾ അതിൽ നിന്നുണ്ടായ ഡെബ്രി ചിലപ്പോൾ ഈ വണ്ടിയെ കൊണ്ട് എവിടെയെങ്കിലും പുതച്ചു വെച്ചിട്ടുണ്ടാകും. കുറച്ചും കൂടി വിപുലമായ ഒരു തെരച്ചിൽ നടക്കുമ്പോൾ അത് നമ്മൾ കണ്ടെത്തും. പക്ഷെ രാഷ്ട്രീയ ഇടപെടൽ എന്ന നിലയിൽ എന്താണെങ്കിലും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലേക്ക് അങ്ങനെ ഇടപെടലുകളൊന്നും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ അവരോട് സംസാരിക്കുമ്പോൾ, അവിടുത്തെ ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ അവരും അതിൽ അസ്ക്യതയൊന്നും പറഞ്ഞില്ല. നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രിമാരവിടെ പോകാൻ നേരവും കളക്ടർ നമ്മളോട് സംസാരിക്കുകയും വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കാം, എപ്പോഴാണ് വരുന്നത്, ഈ കാര്യങ്ങളെല്ലാം അവർ നമ്മളോട് നിരന്തരം സംസാരിക്കുന്നുണ്ടായിരുന്നു. അവരങ്ങനെ ഒരു അഭിപ്രായ പ്രകടനം നമ്മളോട് നടത്തിയിട്ടില്ല. ഓക്കെ, ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒരു ചെറിയൊരു ചോദ്യം. ഇപ്പോൾ പറഞ്ഞതിൻ്റെ എല്ലാ ആകത്തുകയായിട്ട് മഴയോട് വളരെ നൊസ്റ്റാൾജിയ ഉണ്ടായിരുന്ന മലയാളിയാണ്. പക്ഷെ ഒരു മഴ പെയ്യുമ്പോൾ പേടിക്കുന്നൊരു സാഹചര്യത്തിലേക്ക് പോയി. അതിനുള്ളൊരു മറുപടി എന്ന് പറയുന്നത് നേരത്തെ ഈ പല ചോദ്യങ്ങൾക്കും പറഞ്ഞ ഉത്തരം തന്നെ. ഇത് നമ്മൾ കൂടി ചിന്തിക്കേണ്ട ചില കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അതാണ് അതിൻ്റെ കൃത്യമായിട്ടുള്ള ഒരു രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ഒരു പ്രതിരോധം എന്ന് തന്നെയാണ് അല്ലേ? മഴയെ പേടിക്കണമെന്ന വിചാരം എനിക്കിപ്പോഴും ഇല്ല. മഴ ഒരു 10 സെൻറ്റിമീറ്റർ കുറഞ്ഞു പെയ്താൽ മലയാളി ഇതിനേക്കാൾ കൂടുതൽ നട്ടം തിരിയും. മഴ കുറച്ച് അധികമാകുന്ന അവസരങ്ങളിൽ, തീവ്രമായി പെയ്യുന്ന അവസരങ്ങളിൽ സ്വയം ഒരു ജാഗ്രതയോടുകൂടി
ആ സാഹചര്യത്തെ നേരിടണം. അത് തിരുവനന്തപുരത്ത് ജീവിക്കുന്ന ആളാകട്ടെ, ഇടുക്കിയിൽ ജീവിക്കുന്ന ആളാകട്ടെ, ആലപ്പുഴയിൽ ജീവിക്കുന്ന ആളാകട്ടെ, വയനാട്ടിലോ കാസർഗോഡോ ജീവിക്കുന്ന ആളാകട്ടെ, നമ്മളുടെ പരിസരവും നമ്മളുടെ കാലാവസ്ഥയും അറിഞ്ഞ് അത് തരുന്ന ചില ലക്ഷണങ്ങൾ കൂടി ഉൾക്കൊണ്ട് ഔദ്യോഗിക സംവിധാനങ്ങളിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങളും കൂടി ഒരുമിച്ച് കൊണ്ടുവന്ന് മുന്നോട്ട് പോകുന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഏറ്റവും നല്ലത്. ഞാൻ വീണ്ടും പറയുന്നു, വാച്ച് നോക്കി ഉരുൾപൊട്ടലിൽ നിന്ന് ഓടാൻ നിൽക്കരുത്. തീർച്ചയായിട്ടും വളരെയധികം നന്ദി മിസ്റ്റർ ശേഖർ കുര്യാക്കോസ് ഞങ്ങൾക്ക്